ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സ്യൂളിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു തീമുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. UPSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു തീമിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ തീം എന്ന് പറയുന്നത് മിനറൽസ് ആണ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു തീം ഇത്രത്തോളം UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ റെലവൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് UPSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു തീം ഇത്രത്തോളം റെലവൻസ് ഉണ്ടായി അത് നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ലൈൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇന്ത്യ സ്കൗട്ടിംഗ് ഫോർ ക്രിട്ടിക്കൽ മിനറൽ അസറ്റ് ഇൻ കോങ്കോ, സാംബിയ, താൻസാനിയ, ഓസ്ട്രേലിയ, മൈൻ സെക്രട്ടറി. സോ ഇങ്ങനെ ഒരുപാട് ഹെഡ്ലൈൻസ്, ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് UPSC PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. 2023 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്: India, despite having uranium deposit, depend on coal for most of the electricity production. യുറേനിയം എൻറിച്ച്മെന്റിനെ കുറിച്ച് 2023 ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൽമനൈറ്റ്, റൂട്ടൈൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് 2023 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 2020 വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റിനെ കുറിച്ചും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു തീമിന് ഉള്ള ഇമ്പോർട്ടൻസ് എന്ന്. സോ എന്താണ് മിനറൽസ്? പ്രകൃതിദത്തമായി കാണപ്പെടുന്ന വസ്തുക്കളെയാണ് നമ്മൾ മിനറൽസ് ആയിട്ട് പറയാം. അതായത് ഒരു ക്രിസ്റ്റലൈൻ നേച്ചർ ഉള്ള, ജിയോളജിക്കലി പറയുമ്പോൾ വളരെയധികം കോമ്പിനേഷൻ മെത്തേഡിൽ കാണപ്പെടുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുക. സോ ഇത് മെറ്റലിൽ നിന്നും നോൺ മെറ്റൽ കണ്ടന്റിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാറുണ്ട്. സോ എന്തൊക്കെയാണ് മിനറൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ഫെറസ് മിനറൽസ് ഉണ്ട്, നോൺ ഫെറസ് മിനറൽസ് ഉണ്ട്, നോൺ മെറ്റാലിക് മിനറൽസ് ഉണ്ട്, മിനറൽ ഫ്യൂൾസ് ഉണ്ട്. സോ ഇത് എന്തൊക്കെയാണ്? ഫെറസ് എന്ന് പറയുമ്പോൾ കൂടുതലും അയൺ ഓറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അയണിന്റെ കണ്ടന്റ് ഉള്ള മിനറൽസിനെയാണ് നമ്മൾ ഫെറസ് മിനറൽസ് എന്ന് പറയുക. ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഫെറസ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രീസിലാണ്. ദെൻ നോൺ ഫെറസ് മിനറൽസ്, അതായത് ബോക്സൈറ്റ്, കോപ്പർ തുടങ്ങിയവ. അയണിന്റെ കണ്ടന്റ് തീരെ കുറവുള്ള മിനറൽസിനെയാണ്, അല്ലെങ്കിൽ അയണിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസിനെയാണ് നമ്മൾ നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, അതുകണക്ക് തന്നെ ഏവിയേഷൻ സെക്ടറിലൊക്കെയാണ്. ദെൻ നോൺ മെറ്റാലിക് മിനറൽസ്, അതായത് മെറ്റലിന്റെ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിനറൽസ് ആണ് ഈ പറയുന്ന നോൺ മെറ്റാലിക് മിനറൽസ്. എക്സാമ്പിൾ പറയുമ്പോൾ മൈക്ക, ലൈംസ്റ്റോൺ, ഡോളമൈറ്റ് തുടങ്ങിയവയൊക്കെയാണ് നോൺ മെറ്റാലിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരിക. ഇവ കൂടുതൽ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, അതേണക്ക് തന്നെ ഇൻസുലേഷൻ സെക്ടറിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ദെൻ മിനറൽ ഫ്യൂൾസ്. മിനറൽ ഫ്യൂൾസ് നിങ്ങൾക്ക് മനസ്സിലാവും എനർജി സെക്ടറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന മിനറൽ ഫ്യൂൾസ്. അതായത് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. പറഞ്ഞ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് കൂടുതലും മിനറൽ ഫ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ മിനറൽ ബെൽറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ്. മിനറൽസിന്റെ ഒരു ഹേർട്ട് ലാൻഡ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ധാതുക്കളുടെ ഒരു കലവറ എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ്. ഏറ്റവും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മിനറൽസ് ആണ് ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്നത്. അതായത് അയണോറ്, കോള്, മാംഗനീസ്, ബോക്സൈറ്റ്, മൈക്ക തുടങ്ങിയ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള മിനറൽസ് എല്ലാം തന്നെ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റിൽ കാണപ്പെടുന്നുണ്ട്. സോ ഇത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഈ പറയുന്ന നോർത്ത് ഈസ്റ്റേൺ പെനിൻസുലാർ ബെൽറ്റ് വരുന്നത്. സോ ഏറ്റവും കൂടുതൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. സോ ഈ ഒരു മേഖലയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, അതേക്ക് തന്നെ ഒഡീഷ പ്ലേറ്റോ തുടങ്ങിയ പ്ലേറ്റുകൾക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾ നോക്കി പോവേണ്ടതാണ്. സെക്കൻഡ് വൺ, സെൻട്രൽ ബെൽറ്റ്. അതായത് സെൻട്രൽ റീജിയനെ കൂടുതലും ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു ബെൽറ്റ് ആണ്. സോ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്റ്റേറ്റിനെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ കാണപ്പെടുന്ന മേജർ മിനറൽസ് എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ, കോള്, മൈക്ക, ബോക്സൈറ്റ്, മാർബിള്, ഗ്രാഫൈറ്റ് തുടങ്ങിയവയൊക്കെയാണ്. ദെൻ സതേൺ ബെൽറ്റ്. സതേൺ ബെൽറ്റ് എന്ന് പറയുമ്പോൾ കൂടുതലും കർണാടക, തമിഴ്നാട് റീജിയനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നതാണ്. സോ ഇവിടുത്തെ മേജർ മിനറൽസ് എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. അതേണക്ക് തന്നെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് ഡെപ്പോസിറ്റും കാണപ്പെടുന്നുണ്ട്. സോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മൈനാണ് കുദ്രോമുഖ് മൈൻസ്. 100% എക്സ്പോർട്ട് യൂണിറ്റ് ഉള്ള ഒരു മൈനാണ് ഈ പറയുന്ന കുദ്രോമുഖ് മൈൻസ്. നെക്സ്റ്റ്, സൗത്ത് വെസ്റ്റേൺ ബെൽറ്റ്. അതായത് ഗോവ, വെസ്റ്റേൺ കർണാടക, കേരള റീജിയൻസിനെ ഫോക്കസ് ചെയ്ത് വരുന്ന ബെൽറ്റ് ആണ് സൗത്ത് വെസ്റ്റേൺ ബെൽറ്റ്.
സോ ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് ഗോവയിലാണെങ്കിൽ അയൺ ഓർ ഡെപ്പോസിറ്റ് കൂടുതലായിട്ടുണ്ട്. മോണസൈറ്റിന്റെയും തോറിയത്തിന്റെയും ഡെപ്പോസിറ്റ് കേരളത്തിലെ മണൽ തീരങ്ങളിൽ കൂടുതലായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ദെൻ നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ്, അതായത് രാജസ്ഥാൻ ഗുജറാത്ത് റീജിയൻസിനെ ഫോക്കസ് ചെയ്ത് വരുന്ന ബെൽറ്റ് ആണ് നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ്. ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് സാൾട്ടിന്റെ ഡെപ്പോസിറ്റ് വളരെയധികം കൂടുതലാണ്. ഈ പറയുന്ന കച്ച് ഏരിയ ആയാലും അതേണക്ക് തന്നെ രാജസ്ഥാൻ ഏരിയ ആയാലും ഒക്കെ സോൾട്ട് ഡെപ്പോസിറ്റ് വളരെ കൂടുതലാണ്. അതേണക്ക് തന്നെ കോപ്പർ, ലെഡ്, ഡോളമൈറ്റ്, ലൈംസ്റ്റോണ്, പെട്രോളിയം റിസർവുകളൊക്കെ ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ ബെൽറ്റ് അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ റീജിയൻസിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഏതൊക്കെയാണ് മേജർ മിനറൽ റിസോഴ്സുകൾ എന്ന് നമുക്ക് നോക്കാം. അയണോറിന്റെ മേജർ മിനറൽ റിസോഴ്സുകൾ ഏതൊക്കെയാണ്? അയണോറിന്റെ മേജർ മിനറൽ റിസോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റും ഹേമറ്റൈറ്റും ആണ്. ഫസ്റ്റ് വൺ മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ 70% അയൺ കണ്ടന്റ് ആണ് അതിനകത്തുള്ളത്. ഏറ്റവും കൂടുതൽ അത് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ആണ്. സോ ഇതിന്റെ ഒരു മേജർ ഏരിയാസ് എന്ന് പറയുന്നത് കർണാടക, ആന്ധ്രാപ്രദേശ്, കേരള റീജിയൻസിലാണ് കൂടുതലായിട്ട് മാഗ്നറ്റൈറ്റിന്റെ പ്രൊഡക്ഷൻ ഉള്ളത്. ദെൻ ഹേമറ്റൈറ്റ്. ഹേമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ 50 to 60% ആണ് അതിനകത്തുള്ള അയൺ കണ്ടന്റ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലാണ്. സോ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ റിസർവ് കൂടുതലുള്ളത് ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് റീജിയൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മേജർ ആയിട്ടുള്ള അയണോർ ബെൽറ്റുകളെ കുറിച്ചാണ്. നമുക്ക് 4 അയണോർ ബെൽറ്റുകളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ ഒറീസ ജാർഖണ്ഡ് ബെൽറ്റ്, സെക്കൻഡ് ദർബാസ്തർ ചാന്ദ്രപൂർ ബെൽറ്റ്, ദെൻ ബെല്ലാരി, ചിത്രദുർഗ, ചിക്മംഗ്ലൂർ, തുംകൂർ ബെൽറ്റ്, ദെൻ മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ്. ഇത് ഓരോന്നും ഏതൊക്കെ റീജിയൻസിനെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഒറീസ ജാർഖണ്ഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ഒറീസ ജാർഖണ്ഡ് റീജിയനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദർബാസ്തർ ചാന്ദ്രപൂർ ബെൽറ്റ് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് റീജിയൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബെല്ലാരി, ചിത്രദുർഗ, ചിക്മംഗ്ലൂർ, തുംകൂർ ബെൽറ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി കർണാടക റീജിയനെ ഫോക്കസ് ചെയ്താണ് വരുന്നത്. മഹാരാഷ്ട്ര ഗോവ ബെൽറ്റ് ഒബിയസ്ലി മഹാരാഷ്ട്ര ഗോവ റീജിയൻസിനെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് മാംഗനീസ്. മാംഗനീസ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശ്, കർണാടക, ഒഡീഷ റീജിയൻസ് ആണ്. ഇതിനൊക്കെ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡർ, പെയിന്റ്സ്, ഇൻസെക്ടിസൈഡ്സ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ദെൻ ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ലാറ്ററൈറ്റ് റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒഡീഷയാണ്. ദെൻ കോപ്പർ. ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ പറയുന്ന കോപ്പർ. വയേഴ്സ് ആയിട്ടായാലും മോട്ടോഴ്സ് ആയിട്ടായാലും ട്രാൻസ്ഫോമേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന കോപ്പർ. ഇതിന്റെ മേജർ ഏരിയാസ് എന്ന് പറയുന്നത് സിങ്ക് ബൂം, അതായത് ജാർഖണ്ഡിലുള്ള സിങ്ക് ബൂം വളരെയധികം പ്രോമിനന്റ് ആയിട്ടുള്ള ഏരിയയാണ്. അതിനൊക്കെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ് റീജിയൻസിലും ഈ പറയുന്ന കോപ്പർ പ്രൊഡക്ഷൻ കാണാൻ സാധിക്കും. ദെൻ മൈക്ക. മൈക്ക ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ റീജിയൻസ് ആണ്. ഇതിനൊക്കെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിൽ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന മൈക്ക. ഇതിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരേ ടൈം തന്നെ ടഫും ആണ്, അതിനൊക്കെ തന്നെ ഫ്ലെക്സിബിൾ നേച്ചറും കാണിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന മൈക്ക. സോ നെക്സ്റ്റ് മിനറൽ ഫ്യൂൾസ്, അതായത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽസ് ആണ് മിനറൽ ഫ്യൂൾസിൽ നമ്മൾ പറയുന്നത്. സോ അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒന്നാണ് കോൾ എന്നുള്ളത്. കോൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജി നീഡ്സിന്റെ 55% സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ പറയുന്ന കോളാണ്. ഏറ്റവും കൂടുതൽ പവർ ഇൻഡസ്ട്രീസിലായാലും അതേണക്ക് തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രീസ്, സിമെന്റ് ഇൻഡസ്ട്രീസ്, റെയിൽവേയില് ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോളാണ്. അതിനൊക്കെ തന്നെ ഇന്ത്യയുടെ റാങ്കിങ് നോക്കുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറും ആണ്, അതേസമയം തന്നെ കൺസ്യൂമറും ആണ്. നെക്സ്റ്റ് മിനറൽ ഫ്യൂൾസ്. മിനറൽ ഫ്യൂൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിനറൽസിനെയാണ് ഇവിടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒന്നാണ് കോള്. കോൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജി പ്രൊഡക്ഷന്റെ 55% സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മൾ കോളിലൂടെയാണ്. സോ അത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രീസിലായാലും അതേണക്ക് തന്നെ റെയിൽവേസിലൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ നമ്മൾ കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്, അതേസമയം തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമറും ആണ്. സോ ഈ ഒരു കോൾ സെക്ടറിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ലോ ഗ്രേഡ് കോളുകളാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. കാരണം കാർബൺ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള അതേണക്ക് തന്നെ മോയ്സ്ചർ വാല്യൂ വളരെയധികം കൂടിയ അയണുകളാണ് നമുക്ക് ഇവിടെ കിട്ടാറുള്ളത്. സോ അതൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതേണക്ക് തന്നെ കോക്കിംഗ് കോളിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ വളരെ കുറവാണ്, അതും നമ്മുടെ കോൾ ഇൻഡസ്ട്രീസിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ 2024 നമ്മളുടെ കോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 900 മില്യൺ ടൺസിലേക്ക് എത്തിയിരുന്നു. അതൊരു ഹ്യൂജ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നുമുണ്ട്. സോ ഈ ഒരു കോൾ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ കോൾ ഇന്ത്യ ലിമിറ്റഡ്. അതൊരു മഹാരത്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. നിലവിൽ 82% കോളും പ്രൊഡക്ഷൻ നടത്തുന്നത് ഈ പറയുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡ് ത്രൂ ആണ്. ദെൻ കോൾ മൈൻസ് ആക്ട് 2015 പ്രൈവറ്റ് സെക്ടറിന് കുറച്ചും കൂടെ ഫീസിബിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ എൻട്രി കുറച്ചും കൂടെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന കോൾ മൈൻസ് ആക്ട് നിലവിൽ വരുന്നത്. അതിനൊക്കെ തന്നെ അൾട്രാ മെഗാ പവർ പ്രോജക്റ്റുകൾ, അതായത് നിലവിൽ അഞ്ചെണ്ണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം ഫങ്ഷണലാണ്. ഒന്ന് ഗുജറാത്തിലെ മുന്ദ്രയും സെക്കൻഡ് വൺ മധ്യപ്രദേശിലുമായിട്ടാണ് ഈ പറയുന്ന അൾട്രാ മെഗാ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ കോൾ മിത്ര പോർട്ടൽ, അതായത് കോളിന്റെ യൂസേജിന് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന കോൾ മിത്ര പോർട്ടല് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ക്രൂഡ് ഓയിൽ, അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ത്രൂ ആണ് നമ്മൾ ക്രൂഡ് ഓയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ നിലവിൽ നമുക്ക് അതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് വിസാഖം അതിനൊക്കെ തന്നെ മാംഗ്ലൂരും ആണ്. നമ്മളുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ഈ ഒരു ക്രൂഡ് ഓയിലിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീംസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹെൽപ്പ് 2016 കൊണ്ടുവന്ന ഒന്നായിരുന്നു. അതായത് കൺവെൻഷണൽ സോഴ്സുകൾക്കും നോൺ കൺവെൻഷണൽ സോഴ്സുകൾക്കും യൂണിഫൈഡ് ആയിട്ട് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹെൽപ്പ് എന്ന് പറയുന്ന സ്കീം വരുന്നത്. ദെൻ ഹൈഡ്രോ കാർബൺ വിഷൻ 230 നോർത്ത് ഈസ്റ്റേൺ ഏരിയസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ഹൈഡ്രോ കാർബൺ വിഷൻ 230 വരുന്നത്. ദെൻ പഹൽ 2015, അതായത് LPG സബ്സിഡീസ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ത്രൂ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പഹൽ സ്കീം വരുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് DBT സ്കീം ആയിരുന്നു. അതിന്റെ പേരിൽ അത് ഗിന്നസ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ലക്ഷ്യ ഭാരത് പോർട്ടൽ 2021 ലക്ഷ്യ ഭാരത് പോർട്ടൽ വരുന്നത്. ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രൊക്യൂർമെന്റിന്റെ സെൻട്രലൈസേഷൻ രീതിയിലാണ് ഈ ഒരു പോർട്ടൽ നിലവിൽ വന്നത്. സോ ഈ ഒരു തീമിൽ നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള ലിങ്കേജ് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ വേൾഡ് എനർജി ഔട്ട്ലുക്ക് 2023 റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2030 കൂടി ഹാഫ് അല്ലെങ്കിൽ 50% എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നോൺ ഫോസിൽ ഫ്യൂൾസിൽ നിന്ന് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കോൾ സെക്ടറിലായാലും കോൾ പ്രൊഡക്ഷൻ നമ്മുടെ 900 മില്യൺ ടൺസിലേക്ക് 2024 മാറിയിട്ടുണ്ടായിരുന്നു. അതും വളരെ വലിയൊരു ഹ്യൂജ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ദെൻ നമുക്ക് സ്വന്തമായിട്ടൊരു എനർജി സ്ട്രാറ്റജി ഡ്രാഫ്റ്റ് നാഷണൽ എനർജി പോളിസി ഉണ്ട്. ഡ്രാഫ്റ്റ് എനർജി പോളിസി 2040 എനർജി റെഡി ബൈ 2040 എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ നമ്മുടെ എനർജി സെക്ടറിലുള്ള റാങ്ക് എന്ന് പറയുന്നത് വി ആർ തേർഡ് ലാർജസ്റ്റ് പ്രൈമറി എനർജി കൺസ്യൂമർ ആണ്. സോ UPSCയുടെ ഫോക്കസ് ഏരിയ എന്താണ് ഈ തീമിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഐനോ ടൈപ്സ് ആൻഡ് ലൊക്കേഷൻസ്. പലപ്പോഴും ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിനെ തന്നെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ PYQ ആയിട്ട് വന്നിട്ടുള്ളതുമാണ്. ദെൻ കോൾ സെക്ടർ റീഫോംസ്, ഗവൺമെന്റ് ഓരോ സ്കീംസുകൾ, ഹെൽപ്പ്, അൾട്രാ മെഗാ പവർ പ്രോജക്റ്റുകൾ, കോൾ മൈൻസ് ആക്ട്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ മൈക്ക യൂസ് ആൻഡ് സ്റ്റേറ്റ്സ്, ഏതൊക്കെ സ്റ്റേറ്റുകളാണ് മൈക്കയുടെ പ്രൊഡക്ഷൻ, അതിനെ തന്നെ ഇലക്ട്രോണിക്സുമായിട്ടുള്ള അതിന്റെ ലിങ്കേജ്, ഇതും UPSC ഒരിക്കൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു തീമായിരുന്നു. ദെൻ മിനറൽ ബെൽറ്റ്സും അതിന്റെ മാപ്പിങ്ങും ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ബോക്സൈറ്റ് ആൻഡ് അലൂമിനിയം ലിങ്ക്, അതായത് സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് അഫയേഴ്സ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. ആത്മനിർഭർ ഭാരതവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഒരു മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു തീം അനലൈസ് ചെയ്യേണ്ടതെന്ന് കൂടെ നോക്കാം. മിനറൽ റിസോഴ്സ്, എനർജി സെക്യൂരിറ്റി തുടങ്ങിയ പോർഷനുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി റെഡ്യൂസ് ചെയ്തിരുന്നു. അതിനൊക്കെ തന്നെ വേൾഡ് എനർജി ഔട്ട്ലുക്കിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. സോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും മിനറൽ ഫ്യൂൾസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതിന്റെ റീഫോംസ്, സ്കീംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പോവുക. ദെൻ മിനറൽ ബെൽറ്റ്സിനെ കുറിച്ചും ഇൻഡസ്ട്രീസിനെ കുറിച്ചും ഒക്കെ ലൊക്കേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോ അങ്ങനെയാകുമ്പോൾ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്ന ബെൽറ്റുകളെ കുറിച്ചും അതിന്റെ മൈൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ലൊക്കേഷൻ ബേസ് ചെയ്ത് പഠിച്ചു പോവുക. ദെൻ ക്രിട്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് മിനറൽസ് പ്ലസ് ജിയോ പൊളിറ്റിക്സ്, IRUമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിലും ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം ഇൻഡോ ഓസ്ട്രേലിയ MOUവിനെ കുറിച്ച്, അതിനെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് കോർപ്പറേഷനെ കുറിച്ചൊക്കെ ഒരുപാട് ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽസ് ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സുകളും ഒക്കെ നിങ്ങൾ നോക്കി പോകണം. അതെങ്ങനെ ടെക്നോളജി സെക്യൂരിറ്റി ആയിട്ടും ഗ്ലോബൽ എനർജി ട്രാൻസിഷനുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നോക്കി പോവുക. സോ എൻവയോൺമെന്റൽ ഇഷ്യൂസും അതിനൊക്കെ തന്നെ മൈനിങ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം
ഈ പറഞ്ഞ റീസെന്റ് PYQs ഒക്കെ നമ്മൾ നോക്കുമ്പോൾ മേജർ മിനറൽസ്, മൈനർ മിനറൽസ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് റീസെന്റ് അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ മൈൻസ് മിനറൽസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി ആക്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുക. അതിനൊക്കെ തന്നെ സ്റ്റാർ റേറ്റിംഗ് ഫോർ മൈൻസ്, ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻസ് അവരുടെ പോളിസീസ് ഒക്കെ റിവൈസ് ചെയ്ത് പോകണം. ദെൻ മിനറൽസ് പ്ലസ് ഗവൺമെന്റ് സ്കീംസ് അങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. കൂടുതലും ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്കോണമി സർവേയിലൊക്കെ മെൻഷൻ ചെയ്യുന്ന സ്കീംസുകളൊക്കെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആത്മനിർഭർ ഭാരത്, അതിനൊക്കെ തന്നെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ പഠിച്ചിട്ട് പോവുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മിനറൽസിന്റെ ഒരു ഓവർവ്യൂ ആണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സിനായിട്ട് നിങ്ങൾക്ക് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാവുന്നതാണ്. അതിൽ തീം നമ്പർ 44 മിനറൽസിനെ കുറിച്ച് വളരെ ഡെപ്തില് ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സൂൾ സെഷൻ അവസാനിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് കണ്ടുമുട്ടാം.